നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സേവാ ഹി പുരുഷാർത്ഥ് എന്ന പുസ്തകത്തിലെ വളരെ ആഴത്തിലുള്ള ചില ആശയങ്ങളാണ്. ഇതിന്റെ മലയാളം അർത്ഥം വരുന്നത് സേവനം തന്നെയാണ് യഥാർത്ഥ പുരുഷാർത്ഥം എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ സേവനത്തിന്റെ യഥാർത്ഥ അർത്ഥം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മളിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലൊരു വലിയ മാറ്റം എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ യുദ്ധം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പുസ്തകം പറയുന്നത് ആ യുദ്ധം പുറത്തുള്ള ശത്രുക്കളോടോ സാഹചര്യങ്ങളോടോ അല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ കുറവുകളോടാണ് എന്നാണ്. അതുകൊണ്ടുതന്നെ യഥാർത്ഥ ആത്മീയ യോദ്ധാവ് എന്ന് പറയുന്നത് സ്വന്തം ദൗർബല്യങ്ങളെ ജയിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ എന്താണ് യഥാർത്ഥ സേവനം എന്ന് മനസ്സിലാക്കും. അവിടെ നിന്ന് യഥാർത്ഥ പോരാട്ടം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന തിരിച്ചറിവിലേക്കെത്തും. പിന്നെ ദൈവികമായ അനുഗ്രഹം ലഭിക്കാൻ എന്ത് വിലയാണ് നമ്മൾ നൽകേണ്ടതെന്ന് നോക്കും. അതിലൂടെ നിസ്വാർത്ഥമായ ഔദാര്യത്തിന്റെ ശക്തിയും ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കും. അവസാനം നല്ലൊരു ഭാവിക്ക് വേണ്ടിയുള്ളൊരു രൂപരേഖയും നമ്മൾ പരിശോധിക്കും. അപ്പം ശരി, നമുക്ക് ആദ്യത്തെ ആ വലിയ ചോദ്യത്തിലേക്ക് തന്നെ വരാം. എന്താണ് യഥാർത്ഥ സേവനം? അത് നമ്മൾ കാണുന്ന സഹായപ്രവർത്തനങ്ങൾക്കും അപ്പുറം എന്തെങ്കിലുമാണോ? യഥാർത്ഥ സേവനമെന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള ഒന്നല്ല. പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ അത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. സമൂഹത്തിന് ശരിക്കും എന്താണോ ഗുണം ചെയ്യുന്നത്, അത്തരം ക്രിയാത്മകമായ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് യഥാർത്ഥ സേവനം. അതായത് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ആരും കാണാതെ ഒരാളെ സഹായിക്കുന്നതും മറ്റൊരാളുടെ വിഷമം കേട്ടിരിക്കുന്നതുമൊക്കെ ആ വലിയ സേവനത്തിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ഇനി ഈ സേവനത്തിന്റെ വഴിയിൽ പോകുമ്പോൾ നമ്മളെ തടയുന്ന ഏറ്റവും വലിയൊരു തടസ്സം എന്തായിരിക്കും? ശരിക്കും അതിനെക്കുറിച്ചാണ് ഈ പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്. ആ തടസ്സത്തെയാണ് സാധനാസമരം എന്ന് പറയുന്നത്. അതായത് ആത്മീയ യുദ്ധം. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കോപം, സ്വാർത്ഥത, മടി, ഇതിനൊക്കെ എതിരെ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്നൊരു യുദ്ധമില്ലേ? അതാണ് ഈ സാധനാസമര. പുറത്ത് നമ്മൾ ജയിക്കുന്ന ഏത് യുദ്ധത്തെക്കാളും വലുതാണ് ഈ അകത്തെ യുദ്ധത്തിലെ വിജയം. ഇതിൽ ജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ ചിന്തകളും മനോഭാവവും നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഉയർന്ന ചിന്തകളാണെങ്കിൽ, പിന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു പ്രശ്നത്തിനും നമ്മളെ തളർത്താൻ കഴിയില്ല. നമ്മൾ ഉള്ളിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള തടസ്സങ്ങൾക്കൊന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് നമ്മളെ കൊണ്ടുപോകുന്നത് ആത്മീയ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട നിയമത്തിലേക്കാണ്. അതായത് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ആത്മീയമായ നേട്ടങ്ങളൊന്നും വെറുതെ ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ അർഹതയോടെ നേടിയെടുക്കേണ്ടതാണ്. ആ നേട്ടത്തിലേക്കെത്താൻ 3 പടികളുണ്ട്. ആദ്യത്തേത് തപസ്സാണ്. തപസ്സെന്ന് കേൾക്കുമ്പോൾ ശരീരം കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഓർക്കേണ്ടത്, മറിച്ച് ആത്മനിയന്ത്രണവും അച്ചടക്കവുമാണ്. ഈ തപസ്സിൽ നിന്നാണ് നമുക്ക് ശക്തി കിട്ടുന്നത്. ഇത് മസിൽ പവറല്ല, നമ്മുടെ ഉള്ളിലെ കരുത്തും ഇച്ഛാശക്തിയുമാണ്. ഈ ശക്തിയുണ്ടെങ്കിലേ നമുക്ക് സിദ്ധി അഥവാ ആത്യന്തികമായ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, യഥാർത്ഥ തപസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയില്ലേ, അതിനെ മെല്ലെ മെല്ലെ ഔദാര്യമാക്കി മാറ്റുക. നമ്മുടെ ഇടുങ്ങിയ ചിന്തകളെ മാറ്റിയിട്ട് വിശാലമായി ചിന്തിക്കാൻ പഠിക്കുക. ആ ഒരു കഠിനമായ പരിശ്രമമാണ് യഥാർത്ഥ തപസ്. അതായത് നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉള്ളിലെ മാറ്റം നമ്മളെ എങ്ങനെയാണ് കൂടുതൽ ഔദാര്യമുള്ളവരാക്കുന്നത്? നമുക്ക് നോക്കാം. കാരണം ഈ ഔദാര്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോല്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഒരു ചോദ്യം വരുമല്ലേ, എങ്ങനെയാണ് നമ്മൾ ഈ അനുഗ്രഹത്തിന് യോഗ്യരാവുക? എങ്ങനെയാണ് നമ്മുടെ മൂല്യം തെളിയിക്കുക? ഇവിടെ പുസ്തകത്തിൽ 2 തരം മനോഭാവങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒന്ന്, യാചകന്റെ മനോഭാവം. അതായത് ഒരു പ്രയത്നവും ചെയ്യാതെ കുറേ പൂജയും കാര്യങ്ങളുമൊക്കെ ചെയ്ത് അനുഗ്രഹത്തിനു വേണ്ടി വെറുതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ. രണ്ടാമത്തേത്, സമ്പാദിക്കുന്ന ആളുടെ മനോഭാവം. അവരെന്താ ചെയ്യുന്നത്? അവർ നിസ്വാർത്ഥമായി സേവനം ചെയ്ത് ഔദാര്യം കാണിച്ച് ആ അനുഗ്രഹം സ്വീകരിക്കാനുള്ള യോഗ്യത സ്വയം ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊരു മനോഹരമായ ആശയമാണ്. പ്രപഞ്ചമല്ലെങ്കിൽ ദൈവം നമുക്ക് തരാൻ എപ്പോഴും റെഡിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്നതിനേക്കാൾ കൂടുതൽ ഉത്സാഹത്തോടെ തരാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു പാത്രമായി നമ്മൾ മാറണം. അർഹതയുള്ളവർക്കേ അത് കിട്ടൂ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സ്വയം പാകപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ശ്രദ്ധ വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ സാമൂഹികമായ ഉത്തരവാദിത്തം എന്താണ്? പുസ്തകത്തിൽ പറയുന്നത്
നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു യുഗപരിവർത്തനത്തിന്റെ കാലത്താണെന്നാണ്. അതായത് ഒരു വലിയ മാറ്റത്തിന്റെ കാലഘട്ടം. അപ്പോൾ ഈ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ആർക്കാണ് കഴിയുക? അത് പൈസയോ അധികാരമോ ഉള്ളവർക്കല്ല. നേരെ മറിച്ച് ആർക്കാണോ നിസ്വാർത്ഥമായ നല്ല സ്വഭാവമുള്ളത് അവർക്കായിരിക്കും അതിന് കഴിയുക. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർക്കിടയിലെ അനൈക്യവും ഒരുപാട് തിന്മകളുമൊക്കെയായി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ സ്വാർത്ഥതയുടെ ഫലം എന്താണെന്ന് ഇന്ന് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ടുതന്നെ ഒരു പുതിയ വഴി, ഒരു പുതിയ ദിശാബോധം അതിപ്പോൾ അത്യാവശ്യമാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, മനുഷ്യൻ അവന്റെ വിധിയുടെ ശില്പിയാണെന്ന്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇനി നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാത്രം ഭാവിയല്ല, നമ്മുടെ സമൂഹത്തിന്റെ, ഈ ലോകത്തിന്റെ തന്നെ ഭാവിയുടെ ശില്പികളായി മാറണം. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ പറയുന്ന സേവനത്തിലും ഔദാര്യത്തിലുമൊക്കെ പടുത്തുയർത്തുന്ന ഒരു പുതിയ ലോകം അതെങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബ്ലൂ പ്രിന്റ്, ഒരു രൂപരേഖ ഈ പുസ്തകം നമുക്ക് തരുന്നുണ്ട്. ഈ പുതിയ ലോകത്തിന് 4 പ്രധാന തൂണുകളാണുള്ളത്. ഒന്നാമത്തേത്, സമ്പത്ത് ഒരാൾക്ക് മാത്രം കുന്നുകൂട്ടാനുള്ളതല്ല, അത് സമൂഹത്തിന്റെ പൊതുവായ ഒന്നായി കാണണം. രണ്ടാമത്തേത്, ജാതിയുടെയോ ലിംഗത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും പാടില്ല, സമ്പൂർണമായ സമത്വം. മൂന്നാമത്തേത്, ഈ ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബമാണ് എന്ന ചിന്ത. നാലാമത്തേത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എന്റെ അവകാശമെന്ന് പറയുന്നതിന് പകരം എന്റെ കടമ എന്താണ്, സമൂഹത്തിന് ഞാൻ എന്തു നൽകണം എന്ന ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളെയും തലകീഴായി മറിക്കുന്നൊരു ചിന്തയാണ്. വരാൻ പോകുന്ന ഒരു പുതിയ കാലത്ത് ഏറ്റവും ബഹുമാനം കിട്ടുന്നത് ഒരുപാട് പണമുള്ളവർക്കായിരിക്കില്ല. പകരം ആരാണോ സമൂഹത്തിനു വേണ്ടി സ്വന്തം സുഖങ്ങൾ പോലും മാറ്റിവെക്കുന്നത് അവർക്കായിരിക്കും. അതായത് ഒരാളുടെ വലുപ്പം അളക്കുന്നത് അയാളുടെ ബാങ്ക് ബാലൻസ് നോക്കിയല്ല, അയാൾ സമൂഹത്തിന് എന്ത് തിരികെ നൽകിയെന്ന് നോക്കിയായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? നമ്മളെല്ലാവരും നല്ലൊരു ലോകം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ആ ലോകം ഉണ്ടാകണമെങ്കിൽ ആ മാറ്റം തുടങ്ങേണ്ടത് മറ്റെവിടെയുമല്ല, നമ്മളിൽ നിന്ന് തന്നെയാണ്. പുറത്തൊരു ലോകം മാറുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മാറേണ്ടത് നമ്മുടെ ഉള്ളമാണ്. ആ ചെറിയ മാറ്റമാണ് ഏറ്റവും വലിയ വിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്.